വിധികർത്തകൾ, എൻ്റെ പ്രിയപ്പെട്ട RSCയുടെയും ICF പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. 15ാമത് ഒമാൻ നാഷണൽ സാഹിത്യോത്സവത്തിൻ്റെ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നുള്ളത്. ഇവിടെ എന്നിൽ അർപ്പിതമായ വിഷയം എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണവും നിയമങ്ങളും യാഥാർത്ഥ്യവും എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പല നിയമങ്ങളും അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിയമങ്ങൾക്കനുസരിച്ചോ ഇത് നടപ്പിലാക്കുന്നു എന്നതാണ് മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. തൊഴിലിടങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും മറ്റുള്ള ഏത് കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും സ്ത്രീകളുടെ ആവശ്യം ഈ സമൂഹത്തിൽ അനിവാര്യം തന്നെയാണ്. മറിച്ച് അതിനെ ദുരുപയോഗം ചെയ്യുന്ന കുറച്ചാളുകൾ ഉള്ളൂ എന്നതിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് ലഭിക്കുന്ന എല്ലാ തുല്യ അവസരങ്ങളും തുല്യ കാര്യങ്ങളും സ്ത്രീകൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഒരു ഭാഗം ഇതിലൂടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നുള്ളത്. നമ്മൾക്കറിയാം, സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഏതൊരു കുറ്റകൃത്യങ്ങൾക്കായാലും പല നിയമങ്ങളുമുണ്ട്. പക്ഷേ ആ നിയമങ്ങളുടെ ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് ഇന്ന് മറുഭാഗത്ത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുള്ളത്. ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, പീഡനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും മറ്റുള്ള എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ പ്രശ്നത്തിൽ ആ നിയമത്തിലെ ചെറിയൊരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് ഈ നിയമങ്ങളിലൂടെ അക്രമങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നുള്ളത്. നിയമങ്ങൾ ഉണ്ട് എന്നതിലപ്പുറം ആ നിയമത്തിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അക്രമങ്ങളെ തടയാനാവണം നമ്മുടെ കേരളത്തിലെയും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വരേണ്ടതെന്ന് നമുക്കറിയണം. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കേരളത്തിലെ പ്രധാനമായ ഒരു കേസ് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഒരു പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു അതിന് മറുഭാഗം തുള്ളായിരുന്ന വ്യക്തി. മറുഭാഗത്താണെങ്കിൽ ഒരു സ്ത്രീയും. വർഷങ്ങളോളം നീണ്ടുനിന്ന വിചാരണക്കും കേസ് അന്വേഷണത്തിനും ഭാഗമായി പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കേട്ടവരാണ്. ഈ പ്രശ്നങ്ങൾ ഒക്കെ സംഭവിച്ചിട്ടും കേരളത്തിൻ്റെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം നടപ്പിലാക്കുന്ന കോടതി ഒരു വിധി പറഞ്ഞപ്പോൾ ആ വിധിയിൽ പോലും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിന് പോലും വില കൊടുത്ത് വാങ്ങുന്ന ചില വർഗങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ ഈ നാട്ടിലുള്ളപ്പോൾ എങ്ങനെ ജീവിക്കും? ഒരു മനുഷ്യൻ, അതായത് ഒരു പുരുഷന് പോലും ജീവിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഈ കാലഘട്ടത്ത് സ്ത്രീകളുടെ സമത്വങ്ങളും സ്ത്രീകൾക്കുള്ള അവകാശങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. യാഥാർത്ഥ്യങ്ങളെന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹിക വിവേചനം, അവകാശ നിഷേധം, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, തൊഴിലവസരങ്ങളുടെ അഭാവമാണ് പ്രത്യേകമായി സ്ത്രീകളിലൂടെ നമ്മൾ കാണുന്നുള്ളത്. പക്ഷേ മുൻകാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കാലം മാറുന്നതനുസരിച്ച് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ ശതമാനങ്ങൾ ഉയർന്നു വരികയാണ്. വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒരു പരിമിതികൾക്കപ്പുറത്തേക്ക് സ്ത്രീകൾ വന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലേക്കും കൂടി അവർ കടന്നു വരുന്നുണ്ടോ? കേരളത്തിലെ അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെയാണ്. ആ സ്ത്രീകൾക്കെതിരെ അക്രമം നടക്കുമ്പോൾ ഈ പുരുഷന്മാർ വേണം അല്ലെങ്കിൽ നമ്മൾ വേണം അതിനെ നിയന്ത്രിക്കാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ പിന്തുണ സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.